സ്റ്റെപ്പാണ് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. മൈഗ്രേഷൻസ് വർക്കർ എന്ന വെബ്സൈറ്റ് എടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ഹാവ് ടു ക്ലിക്ക് യു വോണ്ട് ടു അപ്ലൈയിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് സൈക്കിൾ സ്റ്റഡീസ് എടുത്താൽ ഈ ഒരു പേജ്, ഈ ഒരു ഇന്റർഫേസ് ആണ് കഴിഞ്ഞ വർഷത്തേക്കാളും മാറ്റം വന്നിട്ടുള്ളത്. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നാൽ ടു ദ ഇ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തും. ഫസ്റ്റ് ടൈമാണോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ട് 10-15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാനുണ്ടാവും. റെസിഡൻസ് പെർമിറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ വിസ ഫീ അടയ്ക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1500 SEK. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. ആൻഡ് ദെൻ അവർ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യും. എപ്പോഴും ഇമെയിലൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം.